ഫാത്തിമ ബിൻത് മുഹമ്മദ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു വീടിന്റെ എല്ലാ പുകയും പൊടിയും സഹിച്ച് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വളരെ മനോഹരമായ ഫെയർ വൈറ്റ് സ്കിൻ ആയിരുന്നു ഫാത്തിമ ബീവിയുടേത് റളിയല്ലാഹു അൻഹ. തുഷ്ബിഹു ഖൽഖ റസൂലില്ലാഹ് വമിശിയത റസൂലില്ലാഹ് വകലാമ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഭംഗിയുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചിരി പോലത്തെ ചിരിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടേത്. അള്ളാഹുവിന്റെ റസൂലിന്റെ നടത്തം, ഫാത്തിമയുടെ നടത്തം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു എന്ന് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ആ മഹദിയായ ബീവി, അള്ളാഹുവിന്റെ റസൂലിന്റെ മോള്, ആസുകല്ലിൽ കൈയുരച്ചുകൊണ്ട് കൈകളിൽ മുറികളുണ്ടായിരുന്നു. പിരടിയിൽ വെള്ളം കൊണ്ടുവന്ന അടയാളം വീണിരുന്നു. അടുപ്പിലൂതിയിട്ട് മുഖത്തെ നിറം മങ്ങിപ്പോയിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും ആ പ്രിയപ്പെട്ട മോളിൽ നിന്നാണ് ലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ യുവാക്കൾക്ക് നേതാക്കന്മാരായ 2 ചെറുപ്പക്കാരെ ലോകത്തിന് സമ്മാനിച്ച ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പ്രിയപ്പെട്ട ഉമ്മയല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. വീടിന്റെ പൊടിപടലത്തിൽ നിന്ന്, വീടിന്റെ കഷ്ടപ്പാടിൽ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് കൈകളിൽ വ്രണങ്ങളും മുറിവുകളും ഉണ്ടായി, തോളിൽ തഴമ്പ് വന്ന് വീട്ടുവേല മുഴുവൻ ചെയ്തതോടുകൂടെ 2 മക്കളെ തർബിയത്ത് ചെയ്തുകൊണ്ടുവന്ന ഉമ്മയാണ്. 22 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് വീട്ടുജോലിക്കിടയിൽ മക്കളെ നോക്കാൻ നേരം കിട്ടുന്നില്ല എന്ന് പറയല്ലേ, വീട്ടുജോലിക്കിടയിൽ മക്കൾക്ക് തർബിയത്ത് ചെയ്യാൻ നേരമില്ലെന്ന് പറയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പൊന്നുമോളേക്കാൾ ഏറ്റവും ഉന്നതിയുള്ളവരാരാണ്? ഇഖ്ബാൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അറബിയിൽ. ഇഖ്ബാൽ അറബിയിൽ പാട്ട് പാടാറില്ല, അദ്ദേഹം ഉറുദുവിലോ പേർഷ്യനിലോ ഇംഗ്ലീഷിലോ പറയും. പക്ഷെ അറബിയിൽ പാടിയ ഒരൊറ്റ കവിത ഉള്ളൂ. ഹിയ ഉമ്മുമൻ ഹിയ ബിൻതുമൻ ഹിയ സൗജുമൻ, ഹിയ ഉമ്മുമൻ ഹിയ ബിൻതുമൻ ഹിയ സൗജുമൻ. അതെ, അന്ന് ചില ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞപ്പോ ഫാത്തിമ ബീവിയെ താഴ്ത്തിക്കെട്ടുകയും ചെയ്തു ഇഖ്ബാലിന്റെ മുമ്പിൽ. അവർ പറഞ്ഞു, മറിയം ബീവി ഒരു പ്രവാചകന് ജന്മം കൊടുത്ത ഉമ്മയല്ലേ, ഫാത്തിമ ബീവിക്ക് അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഫാത്തിമ ബീവിയുടെ മക്കള് നബി ആയിട്ടില്ലല്ലോ. അപ്പോഴാ ഇഖ്ബാൽ അറബിയിൽ അവരോട് മറുപടി പറഞ്ഞു, ഹിയ ഉമ്മുമൻ ഹിയ ബിൻതുമൻ ഹിയ സൗജുമൻ മൻ ലാ യുസാവി ഫിൽ അനാമി ഉലാഹാ أما أبوها فهو أكرم مرسل جبريل بالتوحيد قد رباها وعلي زوج لا تسل عنه سوى سيف غدا بيمينه تياها. ഫാത്തിമ ബീവി ആരുടെ മോളാണ്? അഷ്റഫുൽ ഖൽഖിന്റെ മോളല്ലേ? ആരുടെ ഉമ്മയാണ്? ഹസൻ ഹുസൈൻ എന്നവരുടെ ഉമ്മയല്ലേ? ആരുടെ ഭാര്യയാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയല്ലേ? ആ പ്രിയപ്പെട്ട മോളോട് കൂടെ നിൽക്കാൻ അധികാരമുള്ള ഏതെങ്കിലും പെണ്ണ് ലോകത്തുണ്ടോ എന്ന് ഫാത്തിമ ബീവിയെ കുറിച്ച് ചോദിച്ചു അല്ലാമ ഇഖ്ബാൽ എന്നവര്. മഹദി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മമാർക്ക് മാതൃകയാണ്. തലമുറകളെ പടച്ചുവിടുകയും തലമുറകൾക്ക് മാതൃകയാകത്തക്ക വിധം ജീവിക്കുകയും മക്കളെ വളർത്തുകയും കൊണ്ടുവന്ന തങ്ങന്മാരുടെ സയ്യിദന്മാരുടെ പരമ്പര ഈ ലോകത്ത് നിലനിർത്താൻ അള്ളാഹു തീരുമാനിച്ചത് ആ ബീവിയിലൂടെയാണ്. ജ്യേഷ്ഠത്തിമാരുണ്ടായിരുന്നല്ലോ ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹ. എന്നിട്ടെന്റെ ഹബീബായ നബി തങ്ങളുടെ ചോരബന്ധം, ആൺകുട്ടികളും പെൺകുട്ടികളും, നബിയുടെ ആൺമക്കൾ പെൺമക്കൾ വ്യത്യാസമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ആൺമക്കളും നബിയുടെ പെൺമക്കളും ആൺമക്കളെ പോലെ തന്നെയാണ്. നമ്മൾ പറയും പെൺകുട്ടിയാണെങ്കിൽ തറവാട് മാറും അല്ലേ? പെൺകുട്ടിയെ എവിടെ കല്യാണം കഴിച്ചോ അവരുടെ ഭർത്താവിന്റെ തറവാട്ടിലെ മക്കൾ വരിക. അല്ലാഹുവിന്റെ റസൂലിന്റേത് മാത്രം അങ്ങനെയല്ല, നബിയുടേത് അങ്ങനെയല്ല. നബിയുടെ പെൺമക്കളും ആൺമക്കളും ഒരേ സ്ഥാനത്താണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി തങ്ങളെയും ഫാത്തിമ ബീവിയെയും ഹസൻ ഹുസൈൻ എന്നിവരെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹൗലായി അഹ്ലു ബൈത്തി, ഇവരെന്റെ അഹ്ലു ബൈത്താണ്. അങ്ങനെയാണ്. നമ്മളെ പെങ്ങന്മാരെ പറ്റി പറയണ പോലെ പറയരുത്. പെങ്ങന്മാരെ തറവാട് മാറിയില്ലേ? നബിന്റെ തറവാട് മാറി, അലീറുള്ളാന്റെ തറവാട് ഇല്ല. നബിയുടെ മക്കൾ നമ്മുടെ മക്കളെ പോലെയല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ മാതൃകാ മഹതിമാരെ ഈ ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് മാതൃകകളായി, ധീരതയിലും ധൈര്യത്തിലും ഈമാനിലും മാതൃകയായി
ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ അറിഞ്ഞതും കേട്ടതുമായിരിക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കാൻ പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അസ്മാ ബിൻത് ഉമൈസ് എന്നവരോട് ചോദിച്ചത്. അസ്മാ ബിൻത് ഉമൈസ് എന്നവർ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഭാര്യയായിരുന്നു അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ബീവി വീട്ടിലുണ്ട്. ബീവിയോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു മരിക്കാൻ. എന്ത് ഫാത്തിമ, നമുക്ക് മരിക്കാൻ വിഷമമുണ്ടോ? ഒന്നുമല്ല, മരിച്ചു പോകുമ്പോൾ ഒരു പലകയിൽ കിടത്തിയിട്ടല്ലേ ജനാസ കൊണ്ടുപോകുന്നത് ഖബർസ്ഥാനിലേക്ക്. അങ്ങനെ പലകയിൽ കടത്തി കൊണ്ടുപോകുമ്പോ ഞാനൊരു പെണ്ണല്ലേ, എന്നെ കടത്തിക്കൊണ്ടുപോകുമ്പോ എന്റെ ശരീരം കഫൻ ചെയ്താൽ എന്റെ ശരീരത്തിന്റെ വണ്ണമോ നീളമോ ഒക്കെ പുരുഷന്മാർ കാണില്ലയോ എന്നെനിക്ക് പേടി തോന്നുന്നു അസ്മാ ബീവി. എനിക്ക് മരിക്കുന്നത് ഓർക്കുമ്പോൾ പേടിയാവുന്നു. അങ്ങാടികളിലൂടെ യഥേഷ്ടം വഴിവിട്ട് വേഷമിട്ട് നടക്കുന്ന എന്റെ സഹോദരിമാരെ, പെൺകുട്ടികളെ ഒന്നോർക്കണം. ഏത് വിധേനയും ആണുങ്ങളെ ഒന്ന് ആകർഷിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഒന്നോർക്കണേ, മുത്തുനബിയുടെ പൊന്നുമോൾ 22 വയസ്സുള്ളപ്പോഴാ ലോകത്തോട് വിട പറയുന്നത്. അല്ലെങ്കിൽ അതിലും താഴെ പ്രായമുള്ളപ്പോ 20ഓ 22ന്റെയോ ഇടയിലുള്ള സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോഴാ പറയുന്നത്, എനിക്ക് മരിക്കാൻ വല്ലാത്ത പേടിയാവുന്നു. എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ എന്റെ ശരീരത്തിന്റെ വലിപ്പവും നീളവും കാണില്ലേ. അന്ന് പലകയിലാ കൊണ്ടുപോവുക. അപ്പോഴാണ് അസ്മാ ബീവി പറയുന്നത്, ഫാത്തിമ, നിങ്ങളതിന് വിഷമിക്കണ്ട. ഞാൻ എത്യോപ്യയിലേക്ക് ഹിജറ പോയ പെണ്ണാണ്. എത്യോപ്യയിലേക്ക് ആദ്യത്തെ ഹിജറ പോകുമ്പോ എത്യോപ്യക്കാർ ചെയ്ത പണി ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പലകയിലല്ല കൊണ്ടുപോവുക. ആ പലകക്ക് ചുറ്റും സൈഡിൽ പലകയായി 2 അറ്റങ്ങളിലും മറവുണ്ടായ ഒരു പെട്ടി പോലെ, എന്നാൽ ഓപ്പണായിട്ട് അങ്ങനെ ഒരു പെട്ടി പോലെ മറച്ച് നിങ്ങളെ കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടോ? അതൊന്ന് കാണിച്ചു തരീൻ. ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു അസ്മാ ബീവി. ഇങ്ങനെയാണെങ്കിൽ തിരക്കേടില്ല, എന്റെ ശരീരം ആണുങ്ങൾ കാണില്ലല്ലോ. ഖൈറുൻ ലിന്നിസാഇ ഇല്ലം തറൈന റിജാൽ. ഒരു പെണ്ണും ഒരു അന്യ പുരുഷനെ കണ്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും ഖൈർ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ചെറുപ്പക്കാരിയായി മരിച്ച മഹദിയാണ് ഫാത്തിമ ബിൻത് മുഹമ്മദ്, നമ്മുടെ ഹബീബിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മളെന്ന് കാണുന്ന മയ്യത്ത് കട്ടിൽ, ആ മയ്യത്ത് കട്ടിലിന്റെ ആദ്യത്തെ രൂപം ആദ്യമായി ഇസ്ലാമിക ലോകത്ത് അങ്ങനത്തെ സൈഡിൽ തടവുള്ള ചുറ്റുവട്ടത്തും മറവുള്ള ഒരു മയ്യത്ത് കട്ടിലിൽ ആദ്യമായി ജനാസ പോയത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പോഴാണ്, അത് കേട്ടപ്പോഴാണ് ബീവി റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞ് 6 മാസം സങ്കടപ്പെട്ടിരുന്നിട്ട് ഫാത്തിമ ബീവിയുടെ ഒരു പുഞ്ചിരി കണ്ടത്. കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലിന് സൈഡിൽ മറവുണ്ട് എന്ന് കണ്ടപ്പോഴാണ്. അതിന്റെ മുമ്പോ ശേഷമോ മഹദ് ചിരിച്ചിട്ടില്ല എന്ന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ എത്ര അച്ചടക്കത്തിൽ ജീവിക്കണമെന്ന് ഈ ഒരൊറ്റ സംഭവം മതി. മരിച്ചു പോകുന്ന നേരത്ത് പോലും അങ്ങനെ ചിന്തിച്ച മോളാണ് അഷ്റഫുൽ ഖൽഖിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നല്ല അച്ചടക്കത്തിൽ, നല്ല ഒതുക്കമുള്ളവരായി, കണ്ണുകൾ ചാച്ചിയിട്ട് നല്ല അച്ചടക്കമുള്ളവരായി, ചാരിത്രശുദ്ധിയുള്ളവരായി, ലജ്ജയും നാണവുമുള്ളവരായി, പെൺ സമൂഹത്തിന്റെ അടയാളങ്ങൾ എന്തോ അല്ലാഹു ഇഷ്ടപ്പെട്ടത് അതുപോലെ ജീവിക്കുന്ന നല്ല ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് നല്ല ഒരു മക്കളെ ജന്മം കൊടുത്ത് അവർക്ക് തർബിയത്ത് ചെയ്ത് നല്ലവരായി വളർത്തിയെടുത്ത് ഈമാനികമായ ആത്മീയമായ പരിശുദ്ധി കൈമാറുന്ന ഉമ്മമാർ ഈ സമൂഹത്തിന് ലഭിക്കുന്ന വലിയൊരു സമ്പാദ്യമാണ്. അന്നിസാഉ മഹാദുൽ അജിയാൽ. ഉമ്മമാരാണ് സമൂഹത്തിന് തലമുറകളെ സമ്മാനിക്കുന്നത്. ഇത് നമ്മൾ ദീനെന്ന് മനസ്സിലാക്കിയെടുത്തൊരു വിഷയമാണ്. അല്ലാഹു തആല ആ നന്മകളെല്ലാം നമ്മുടെ ഉമ്മത്തിൽ അല്ലാഹു നിലനിർത്തിത്തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ.